വിസ ലംഘകർക്ക് പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡിന്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദുബായ് GDRFയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക യോഗം ചേർന്നു. മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപമേധാവി മേജർ ജനറൽ ഒബൈദ് മൊഹൈർ ബിൻ സുറൂർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ദുബായ് എമിറേറ്റിലെ വിസ ഗ്രേസ് പീരീഡ് പദ്ധതികളുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചടങ്ങിൽ ചർച്ച ചെയ്തു. ഇത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ദുബായ് GDRFയുടെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കസ്റ്റമർ ഹാപ്പിനെസ് ആൻഡ് ഡിജിറ്റൽ സർവീസസ്, പ്രോആക്റ്റീവ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, സർവീസ് ഡെവലപ്മെന്റ് ടീം എന്നിവയുൾപ്പെടെ പ്രത്യേക ടീമുകളെയാണ് രൂപീകരിച്ചത്. ഇതുവഴി വിസ ലംഘകർക്ക് എളുപ്പത്തിൽ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കഴിഞ്ഞ ദിവസമാണ് അനധികൃത വിസ താമസക്കാർക്ക് 2 മാസത്തെ ഗ്രേസ് പീരീഡ് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുന്ന ഇളവ് കാലയളവിൽ വിസ കാലാവധി കഴിഞ്ഞ വിദേശികൾക്ക് പിഴയൊന്നും കൂടാതെ രാജ്യം വിടാനോ അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് മാറ്റാനോ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അടുത്തുതന്നെ പുറത്തിറക്കുമെന്ന് GDRFA ദുബായ് അറിയിച്ചു. റേഡിയോ കേരളം 1476 AM.